ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് അല്ലേ? അപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്നൊക്കെ വീണ്ടും നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പഠനമൊക്കെ ഏതുവരെ ആയി? നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നും NIOSന്റെ +2ന്റെ നമ്മുടെ സോഷ്യോളജിയിലെ ചാപ്റ്റർ 4 ആണ് നാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോഷ്യോളജിയിലെ ചാപ്റ്റർ 4 മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ റിസർച്ച് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയിൽ നമ്മൾ ഇതുവരെ 3 ചാപ്റ്ററോളം പഠിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എക്സാം ഒക്കെ അടുത്ത് വരുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനത്തോട് സ്റ്റേ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് 5 ക്വസ്റ്റ്യൻ തന്നെയാണ് ടീച്ചർ എടുത്തിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് മെത്തേഡ്: ഹിസ്റ്റോറിക്കൽ, കമ്പാരിറ്റീവ്, എക്സ്പെരിമെന്റ്, ഫങ്ഷണൽ മെത്തേഡ്. അപ്പോൾ ഫങ്ഷണൽ മെത്തേഡിനെ കുറിച്ചും ഹിസ്റ്റോറിക്കൽ മെത്തേഡിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. പണ്ട് കാലം തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഇപ്പം ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നുണ്ട്. ഏതൊരു കാര്യം നമ്മൾ എടുത്താലും നമുക്ക് അതിലൊരു പാസ്റ്റ് ഉണ്ട്. അപ്പൊ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അല്ലെ, നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് മെത്തേഡ്: ഹിസ്റ്റോറിക്കൽ, കമ്പാരിറ്റീവ്ലി, എക്സ്പെരിമെന്റൽ ആൻഡ് ഫങ്ഷണൽ മെത്തേഡ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് 3 എന്തുണ്ട് പോർഷൻസ് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് കേസ് സ്റ്റഡി? എന്താണ് കേസ് സ്റ്റഡി? മൂന്നാമത്തത് 5 ടെക്നിക്സ്. എത്ര ടെക്നിക്സ് ഉണ്ട്? അതാണ് മൂന്നാമത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഇന്റർവ്യൂ അതൊക്കെ എങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതിൽ വളരെ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ എല്ലാം ഒന്നാണ്. അതായത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരരുത്. അതായത് ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും ഇപ്പം നമ്മുടെ ടെക്നിക്സ് തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിക്കുക. ഇപ്പം വാട്ട് ആർ ദ 5 ടെക്നിക്സ് ഇൻ സോഷ്യോളജിയും ചോദിച്ചാലും, ഇന്റർവ്യൂ എന്താണെന്ന് ചോദിച്ചാലും, കേസ് സ്റ്റഡി എന്ത് ചോദിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് ഒരു ടൈപ്പ് മാത്രമാണ്. അതായത് കമ്പാരിറ്റീവ് മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ഫങ്ഷണൽ മെത്തേഡ്. പിന്നെ വരുന്നത് കേസ് സ്റ്റഡി, അതുപോലെ ഇന്റർവ്യൂ, ക്വസ്റ്റ്യനെയർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട. നമുക്ക് ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എങ്ങനെയാ? ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് മെത്തേഡ്: ഹിസ്റ്റോറിക്കൽ, കമ്പാരിറ്റീവ്, എക്സ്പെരിമെന്റൽ, ഫങ്ഷണൽ മെത്തേഡ്. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഉണ്ട്, കമ്പാരിറ്റീവ് മെത്തേഡ് ഉണ്ട്, പിന്നെ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉണ്ട്. ഈ 3 മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാം. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് പേരിൽ തന്നെയുണ്ട് ചരിത്രപരമായ രീതി. ചരിത്രപരമായ രീതി സാമൂഹ്യ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആദ്യകാലഘട്ടങ്ങളിൽ പഠനം നടത്തിയിരുന്ന മുൻകാല രേഖകളിൽ നിന്നും അറിവ് ശേഖരിച്ചിട്ടാണ്. നമുക്കറിയാം പണ്ട് നമ്മള് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, അതായത് നമ്മുടെ പൂർവികരുണ്ടായിരുന്നു എന്നും അവർ ഇവിടെ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് എന്നെല്ലാം നമ്മൾ എങ്ങനെയാ പഠിച്ചിരുന്നത്? ഹിസ്റ്ററി കൂടെയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഹിസ്റ്ററി കൂടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഭൂതകാല ചരിത്രങ്ങൾ ഗവേഷണം ചെയ്യുന്നതിനും എഴുതുന്നതിനും ഒക്കെ നാം എന്താണ് ഉപയോഗിച്ചിരുന്നത്? ഹിസ്റ്ററി മെത്തേഡ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ചരിത്രകാരന്മാർ ഒരുപാട് സാങ്കേതികപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരുന്നത് ഹിസ്റ്റോറിക്കൽ മെത്തേഡിലാണ്. അപ്പൊ ഈ ഹിസ്റ്ററിയെ കുറിച്ച് എഴുതുകയും ഹിസ്റ്റോറിയെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ഹിസ്റ്റോറിയോഗ്രാഫി. മനസ്സിലാവുന്നുണ്ടോ? ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതെല്ലാം എന്താണ്? ഹിസ്റ്റോറിയോഗ്രാഫി. അപ്പൊ അത് മാത്രമല്ല, ഈ ചരിത്രകാരന്മാർക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടണ്ടേ? എങ്ങനെയാ കിട്ടുന്നേ? പഴയകാല ഡയറി കുറിപ്പുകളിൽ നിന്ന്, പഴയകാല റിപ്പോർട്ടുകളിൽ നിന്ന്, പഴയകാല ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, താളിയോലകൾ, അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? മെത്തേഡ്സ് ഇൻ ടെക്നിക്സ്. സോഷ്യോളജി പഠിക്കാൻ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ ചൂസ് ചെയ്യും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലാണ് നിങ്ങൾക്ക് 3 മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, എന്താണ് പിന്നെ ഫങ്ഷണൽ മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നതാണ് സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യകാലഘട്ടങ്ങളിൽ പഠനം നടത്തിയിരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ്? സാങ്കേതികതകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്നത്. ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രകാരന്മാർ എന്ത് ചെയ്തിരുന്നു? ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വിളിച്ചിരുന്നു.
കൂടാതെ ഇവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? പഴയകാല റിപ്പോർട്ടുകളിൽ നിന്ന്, അതുപോലെ തന്നെ എന്താണ് ബിസിനസ് ഡോക്യുമെന്റ്സുകൾ, അതുപോലെ തന്നെ പൊതുരേഖകൾ, അതുപോലെ തന്നെ നമ്മുടെ മൂലമുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്? മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു മെത്തേഡിനെയാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ചുള്ള മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. പഴയകാല പൂർവികർ ഉപയോഗിച്ചിരുന്നു. ഇവർ ഏതൊക്കെ മേഖലകളിൽ കൂടെ അല്ലെങ്കിൽ ഏതൊക്കെ രീതികളിൽ കൂടെയാണ് നോക്കുവാണെങ്കിൽ ദിനപത്രങ്ങൾ, കത്തുകൾ, വംശാവലികൾ, അങ്ങനെയൊക്കെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. എനിക്കെപ്പോഴും നിങ്ങളെപ്പോഴും എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരുപാട് വട്ടം നിങ്ങളോട് ചോദിക്കും അല്ലെ, മനസ്സിലാവുന്നുണ്ടോ? അത് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് എന്ത് ചെയ്യണം? അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ ടീച്ചർ എപ്പോഴും ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് നോക്കാം. അപ്പൊ ഒന്നുകൂടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ, പഴയ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ ആ ചരിത്ര സംഭവങ്ങളെയൊക്കെ എന്തെന്ന് വിളിക്കുന്നു? ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വിളിക്കുന്നു. പിന്നെ എന്തൊക്കെ ഡീറ്റെയിൽ ആണ് ഉള്ളത് അതില്? യെസ്, കറക്റ്റ്, അതാണ്. എന്താണ് പറയുന്നത്? ഇവരുടെ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ധാരാളം ദിനപത്രങ്ങളിലൂടെയും അവരുടെ പൊതുരേഖകളിലൂടെയും റെക്കോർഡുകളിലൂടെയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിസ്റ്റോറിക്കൽ മെത്തേഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? നമുക്കിനി രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? കമ്പാരിറ്റീവ് മെത്തേഡ്. പേരിൽ തന്നെയുണ്ട് കമ്പാരിറ്റീവ്. എന്താണ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്? താരതമ്യം ചെയ്യുക അല്ലെ, താരതമ്യ രീതി. അല്ലെ, താരതമ്യ രീതി എങ്ങനെയാണ്? വ്യത്യസ്ത രീതിയിലുള്ള ഗ്രൂപ്പുകളാണ് അല്ലെ. വ്യത്യസ്ത രീതിയിലുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ഓർ ബി അല്ലെ, രണ്ട് ഗ്രൂപ്പുകൾ അല്ലെ. ഇവിടെ എന്താണ്? സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്സ്, രണ്ട് ഗ്രൂപ്പുകൾ. അതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള ഗ്രൂപ്പുകൾ, അത് വലുതാകാം ചെറുതാകാം അല്ലെ, സ്മാൾ ഓർ ബിഗ്. അടുത്ത് പിന്നെ എന്താണ്? നീളം കൂടിയത്, നീളം കുറഞ്ഞത്, പൊക്കമുള്ളത്, പൊക്കം കുറഞ്ഞത്, അങ്ങനെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളെ കുറിച്ച് തമ്മിൽ പഠിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കമ്പാരിറ്റീവ് മെത്തേഡ്. സിമ്പിൾ ആണ് പഠിച്ചാൽ. പേരിൽ തന്നെയുണ്ട് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യം ചെയ്ത് പഠിക്കുക. താരതമ്യ രീതിയിലുള്ള മെത്തേഡിനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇതെങ്ങനെയാ പറയുന്നത്? വ്യത്യാസങ്ങളിലൂടെയും സമാനതകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പല തരത്തിലുള്ള വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമുക്കറിയാം സ്മോളും ബിഗും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ചെറുതാണ്, മറ്റൊന്ന് എന്താണ്? വലുതാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് എന്തെന്ന് വിളിക്കുന്നത്? കമ്പാരിറ്റീവ് മെത്തേഡ്. ആ പേരിൽ തന്നെയാണ്. നിങ്ങൾക്ക് ആ പേര് വെച്ച് എഴുതാം. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് മറന്നു പോകരുത്. ഹിസ്റ്ററിയെ കുറിച്ച് അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ മറ്റു രീതികളെ കുറിച്ച് പഠിക്കുന്ന മേഖലയാണ് ഹിസ്റ്റോറിയോഗ്രാഫി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അതുപോലെ കമ്പാരിറ്റീവ് മെത്തേഡിലോട്ട് വന്ന എന്താണ്? ക്ലിയർ? രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പാണ്. വ്യത്യസ്ത ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? യെസ്, കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ക്രോസ് കൾച്ചറൽ രീതിയാണ്. ക്രോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ എക്സ് ആണ് അല്ലെ, അപ്പൊ ഇതാണ്. അപ്പൊ ക്രോസ് കൾച്ചറൽ അല്ലെ, രണ്ട് ഇങ്ങനെ ഒന്നിനോടും ഒന്നിനോട്. എനിക്കിപ്പോ ബോർഡിൽ ഒന്നും അങ്ങോട്ട് എഴുതി അങ്ങോട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കൈ കൊണ്ട് ഈ കഥകളിയൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കുക. അത് ക്രോസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. എ ബിയോടും അതുപോലെ തന്നെ ഡി സിയോടും. മനസ്സിലായോ? ഇങ്ങനെ ക്രോസ്. എക്സ് ഇല്ലേ, നമ്മുടെ എക്സ്, അത് തന്നെയാണ്. ക്രോസ് കൾച്ചറൽ ആണ്. ഒന്നിനോടും മറ്റൊന്ന് വേറൊന്നിനോടും എന്ത് ചെയ്തിരിക്കുന്നു? കണക്റ്റഡ് ആയിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതൊരു ക്രോസ് കൾച്ചറൽ രീതിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊരു ക്രോസ് കൾച്ചറൽ രീതിയാണ്. അതായത് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്, രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള മേഖലകളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു ക്രോസ് കൾച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ അറിയാം, നമുക്കറിയാം ക്രോസ് അല്ലെ, ക്രോസ് ചെയ്യുക, ക്രോസ്. അപ്പൊ ക്രോസ് കൾച്ചറൽ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ക്രോസ് കൾച്ചറൽ മെത്തേഡാണ്. ഒരു പഠന വസ്തു എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊന്നുമായിട്ട്. നിങ്ങളുടെ ആ ഒരു തലത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മള് കിരണിനെ എന്ത് ചെയ്യുന്നുണ്ട്? വരുണുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കിരണിനുള്ള ക്വാളിറ്റീസ് അല്ല വരുണിനുള്ളത്. നിങ്ങളുടെ ആ ഒരു ലെവലിൽ ഞാൻ പറയുകയാണ്, സിമ്പിളാക്കി പറയുന്നത് കിരണിനെ വരുണുമായിട്ട്. അപ്പൊ അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കിരണ് വരുണുമായിട്ടും വരുണ് കിരണുമായിട്ട് കമ്പാരിസൺ ചെയ്യുകയാണ്. അപ്പൊ നമുക്കിവിടെ കിരണും വരുണും ഒന്നും ആവശ്യമില്ല. ഇവിടെ പറയുന്നത് ഒരു പഠന വസ്തു മറ്റൊന്നുമായി ബന്ധപ്പെടുത്തി എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു.
ഒരു പഠന വസ്തു മറ്റൊന്നുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന ശാഖയാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. അതായത് എങ്ങനെയാണ് നമ്മുടെ ബിഗ് സ്മാള്, ഹൈറ്റ് എന്താണ് ഷോർട്ട് ഹൈറ്റ്, നമ്മൾ ഇങ്ങനെയൊക്കെ പറയില്ലേ, ഷോർട്ട് ആയിട്ടുള്ളത്, ചെറുതായിട്ടുള്ളത്, പിന്നെ അതുപോലെ ബിഗ് ആയിട്ടുള്ളത്, ഇങ്ങനെ ഒരു വസ്തു മറ്റൊന്നുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പാരിസൺ ചെയ്ത് പഠിക്കുന്നതിനെയാണ് നമ്മുടെ കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പഠന രീതിയിൽ 2 പ്രതിഭാസങ്ങളാണുള്ളത്, നമുക്കറിയാം അല്ലെ. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാസ്റ്റ്, പിന്നെ എന്താണ് നമ്മൾ കാസ്റ്റിനെ കുറിച്ച് പഠിക്കാം. കാസ്റ്റ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള കാസ്റ്റുകൾ അല്ല നമുക്കിവിടെ ഉള്ളത്, ഒരുപാട് തരത്തിലുണ്ട്. നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ എങ്ങനെയാണ് 2 കാസ്റ്റിനെ എടുക്കും, ബ്രാഹ്മണരെന്നും അതുപോലെ തന്നെ നായേഴ്സ് എന്ന് പറയും. അപ്പൊ 2നെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നുണ്ട്. 2ലും അതിൻ്റെതായ എന്തുണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്, മെറിറ്റ്സും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ കമ്പാരിസൺ ചെയ്ത് പഠിക്കുകയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ വേറൊന്നുണ്ട്, ഇവിടെ നമുക്ക് എക്സാമ്പിളിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നുണ്ട്. കാസ്റ്റ്, പിന്നെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ബിഗ് സ്മോള്, പിന്നെ അതുപോലെ 2 ഫാക്ടേഴ്സിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പാരിസൺ ചെയ്ത് പഠിക്കുന്നതിനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കിവിടെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാസ്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. പണ്ട് കാലത്ത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അങ്ങനെയൊക്കെ. അപ്പൊ 2 പേരെ എടുക്കുമ്പോൾ ഒരാളുടെ ഗുണവശങ്ങളല്ല മറ്റൊന്നിലുള്ളത്. അപ്പൊ കമ്പയർ ചെയ്യുക, ബിഗ് സ്മോള്, സ്മോള് ബിഗ്, പിന്നെ അതുപോലെ തന്നെ നീളം കൂടിയത് കുറഞ്ഞത്, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ. സിമ്പിൾ ആണ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഫാക്ടർ മറ്റൊന്നിനുമായിട്ട് എന്ത് ചെയ്യുന്നു, ബന്ധപ്പെടുത്തി പഠിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, കമ്പാരിറ്റീവ് മെത്തേഡ്. ക്ലിയർ? സംശയമുണ്ടോ? ഉറങ്ങിയോ? ഉണ്ടോ അവിടെ എല്ലാവരും? അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, വലുത് ചെറുത് അല്ലെ. എക്സാമ്പിൾ ആണ് പറയുന്നത്, വലുതാകാം, ചെറുതാകാം അല്ലെ, നീളം കൂടിയത്, കുറഞ്ഞത്, ബിഗ് സ്മോള്, ഇങ്ങനെയൊക്കെ ഉള്ള, ഇത് എപ്പോഴും ഓർത്ത് വെക്കുക, മൈൻഡിൽ എപ്പോഴും ഇത് തന്നെ ഇട്ടേക്കാം. ബിഗ് സ്മോള് അല്ലെങ്കിൽ വലുത് ചെറുത് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഇട്ടേക്കെങ്കിലേ കമ്പാരിറ്റീവ് മെത്തേഡ്. അതായത് ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന മെത്തേഡിനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിനെയാണ് എന്ത് മെത്തേഡ്, കമ്പാരിറ്റീവ് മെത്തേഡ്. ഇതൊരു ക്രോസ് കൾച്ചറൽ മെത്തേഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഈ ഇതിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഒരുപാട് ഒന്നിനെ നമ്മൾ മറ്റൊന്നോട് ഉപമിക്കുമ്പോഴാണ് മറ്റതിന്റെ ഗുണങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞു വരുണിന്റെ ക്യാരക്ടേഴ്സ് അല്ല കിരണിനുള്ളത് അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുന്ന രീതിയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. 2 കാര്യങ്ങളിനെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്യുന്നു. അതിൽ നമുക്ക് എക്സാമ്പിൾ പറയാം, കാസ്റ്റ് പറയാം, പിന്നെ എന്താ പറയുന്നത്, ബിഗ് ഓർ സ്മാള്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്ത് പഠിക്കുന്നു. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു, കമ്പാരിറ്റീവ് മെത്തേഡ്. 2 മെത്തേഡ് ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 മെത്തേഡ് ആയിട്ടേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ മെത്തേഡാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇതൂടായ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഫൈൻഡ് അപ്പ് ചെയ്യാം. എക്സ്പെരിമെന്റൽ മെത്തേഡ് പേരിൽ തന്നെയുണ്ട് എക്സ്പെരിമെന്റ്. നിങ്ങൾ എല്ലാം 10th പഠിച്ച കുട്ടികളല്ലേ. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ, എന്താണ് എക്സ്പെരിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താ അടിക്കുകയാണ്, അടിച്ചപ്പോ എന്ത് സംഭവിച്ചു, എനിക്കത് എന്ത് ചെയ്തു, ഫീൽ ചെയ്തു അല്ലെ, ഞാൻ അനുഭവിച്ചു. ഞാൻ തൊട്ടാവാടി മുള്ളിൽ ചെന്ന് എന്റെ കൈ ഒന്നും അറിയാതെ തൊട്ടു, ഞാൻ ഉടനെ എന്ത് ചെയ്യും, വലിക്കും. ഒരു പാമ്പ് എന്നെ എന്ത് ചെയ്യാൻ വരുന്നു, കടിക്കാൻ വരുന്നു അല്ലെങ്കിൽ കൊത്താൻ വരുന്നു, ഞാൻ ഉടനെ എന്ത് ചെയ്യും, പുറകിലോട്ട് വലിയും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, അനുഭവിച്ചത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അനുഭവ രീതി എന്നൊരു പേര് കൂടെ ഈ മെത്തേഡിനുണ്ട്. എക്സ്പെരിമെന്റൽ മെത്തേഡ് ഓർ എന്താണ്, അനുഭവപരമായ രീതി അല്ലെങ്കിൽ പരീക്ഷണ രീതി. നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇത് നിങ്ങൾക്ക് എന്റെ കുട്ടികൾക്ക് എളുപ്പമാണ്, കാരണം എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്, അനുഭവിക്കുകയാണ്. മനസ്സിലാവണോ? എങ്ങനെയാണ് സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ച്, എങ്ങനെയാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ചീത്ത കാര്യങ്ങൾ വരാം, നല്ല കാര്യങ്ങൾ വരാം, ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് അനുഭവത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം എക്സ്പെരിമെന്റ് ചെയ്യുക, നമ്മുടെ വേദനകളായാലും നമ്മുടെ എന്ത് മറ്റ് ഹാപ്പിനെസ് ആയാലും സാഡ് ആയാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അനുഭവിച്ചാണ്. അപ്പൊ അതുപോലെ ഇത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അനുഭവത്തിലൂടെ അല്ലെ, നമ്മൾ മനസ്സിലാക്കിയാണ്. ഗവേഷകർ എങ്ങനെയാണ്, റിസർച്ചേഴ്സ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അനുഭവത്തിലൂടെ
അല്ലെ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കുന്ന രീതിയെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? സംശയമുള്ളവരൊന്ന് പറഞ്ഞാട്ടെ. എന്താണ് നമ്മുടെ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്? എന്താണ്? സാമൂഹ്യ പ്രതിഭാസങ്ങളെ എങ്ങനെയാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പെരിമെന്റൽ മെത്തേഡ്. അവിടെ ആ ഒരു വരി മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, ലബോറട്ടറി മെത്തേഡ് എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മൾ 10th പഠിക്കുമ്പോൾ സയൻസ് എടുത്ത കുട്ടികൾക്കൊക്കെ അറിയാം, നമ്മള് പാറ്റ, തവള ഇതിനെല്ലാം കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? കീറി മുറിക്കും, അല്ലെ? കീറി മുറിച്ച് അതിനുള്ളിൽ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോഴല്ലേ ഒരു അധ്യാപിക പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്നതൊക്കെയാണ് പാറ്റയുടെ ഓർഗൻസ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തവളയ്ക്കുള്ളിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ലബോറട്ടറി മെത്തേഡ് എന്നും കൂടെ ഇതിന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ 3 പേരുണ്ടല്ലേ, ഒരു കാര്യത്തിന് 3 പേരുണ്ട്. എക്സ്പെരിമെന്റൽ മെത്തേഡ് വേറൊരു പേര്. യെസ്, ഗുഡ്. എന്താണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്? അനുഭവ രീതി. അല്ല എങ്കിൽ എങ്ങനെയാണ്? പരീക്ഷണ രീതി. അതും അല്ലെങ്കിൽ വേറൊരു പേരാണ് എന്ത്? എങ്ങനെ വേണോ എക്സാമിന് നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കും, ലബോറട്ടറി മെത്തേഡ് എന്നും കൂടെ പറയുന്നുണ്ട്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതിനെയാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇവ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ശാസ്ത്ര മേഖലയിലെന്നറിയാമോ? പ്രകൃതി ശാസ്ത്രത്തിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? നമ്മൾ പ്രകൃതിയെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ? അപ്പൊ നാച്ചുറൽ സയൻസ് അല്ലെ, ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. എക്സ്പെരിമെന്റൽ മെത്തേഡ് കൂടുതലായിട്ട് വൺ വേർഡായിട്ട് ചോദിക്കാം. എക്സ്പെരിമെന്റൽ മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ശാഖ ഏതാണ്? യെസ്, ഏതാണ്? നമ്മുടെ പ്രകൃതി ശാസ്ത്രത്തിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ പിന്നെ ഇതെന്താണ്? ഇത് കൂടുതലായിട്ട് അനുഭവങ്ങളിലൂടെയല്ലേ നടന്നു പോകുന്നത്. അനുഭവങ്ങളാണ് ഇതിന് മുന്നോട്ട് നയിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പഠിച്ച് നിങ്ങൾ എഴുതിയാൽ മതി എക്സാമിന്. നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കട്ടെ. എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നിട്ടില്ല. ഏതൊക്കെ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു? ഫസ്റ്റ് നോക്കിയത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, അതിന്റെ രണ്ടാമത് നോക്കിയത് കമ്പാരിറ്റീവ് മെത്തേഡ്, മൂന്നാമത് നോക്കിയത് എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്താണെന്ന്, അതായത് ഹിസ്റ്ററിയുടെ കാര്യങ്ങളെക്കുറിച്ച്, പഴയ കാര്യങ്ങളെക്കുറിച്ച്, സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ച്, അതിലുള്ള ഡേറ്റാസ് ഒക്കെ കളയും. നമുക്കറിയാം ഇവിടെ പണ്ട് ഒരുപാട് സഞ്ചാരികളെല്ലാം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. വാസ്കോഡ ഗാമയായാലും ഹുയാൻ സാങ് ആയാലും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്ന് കേരളത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് അവരവരുടെ നാട്ടിൽ പോയി ഡയറി കുറിപ്പുകളും അതുപോലെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതെല്ലാം എന്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ശാഖയാണ്? ഹിസ്റ്ററിയെ കുറിച്ച്. ആ മെത്തേഡിനെ എന്ത് വിളിക്കുന്നു? ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രരചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മെത്തേഡാണ്. ചരിത്രരചനയെ ഹിസ്റ്ററിയുടെ ആ സമീപത്തിൽ അല്ലെ അതനുസരിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. രണ്ടാമത്തത് എന്താണ്? കമ്പാരിറ്റീവ് മെത്തേഡ്. ഞാൻ പറഞ്ഞു ക്രോസ് കൾച്ചറൽ മെത്തേഡ്. അവിടെ ഇത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. ക്രോസ് കൾച്ചറൽ മെത്തേഡ്, അതായത് ഒന്ന് മറ്റൊന്നിനോട് സാമ്യപ്പെടുത്തി പഠിക്കുന്നതിനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യസ്ത തരത്തിലുള്ള ഗ്രൂപ്പുകളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? വലുതോ ചെറുതോ, അല്ലെങ്കിൽ എന്താണ്? നേരത്തെ ഞാൻ ടീച്ചർ പറഞ്ഞായിരുന്നു, എന്താണ്? നീളം കൂടിയത്, നീളം കുറഞ്ഞത്, അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പ്, എക്സ് ഒരു ഗ്രൂപ്പ്, വൈ ഒരു ഗ്രൂപ്പ്. അവിടെയാണ് ഞാൻ സിമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വരുണിനെ കിരണുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിനെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന മെത്തേഡിനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു ക്രോസ് കൾച്ചറൽ മെത്തേഡാണ്. മനസ്സിലായോ? അടുത്ത എക്സ്പെരിമെന്റ് മെത്തേഡിന് വേറൊരു പേരെന്താണ്? അനുഭവപരമായ രീതി, പരീക്ഷണ രീതി, അതും അല്ലെങ്കിൽ ലബോറട്ടറി മെത്തേഡ് എന്നും കൂടെ പറയുന്നു. അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് മെത്തേഡ് എന്ന് പറയുന്നത്? എക്സ്പെരിമെന്റൽ മെത്തേഡ്. ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, റെഡി ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കേസ് സ്റ്റഡി? എന്താണ് കേസ് സ്റ്റഡി? കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങള് ന്യൂസിലൊക്കെ നമുക്കിപ്പോ അറിയാം, നമ്മളിപ്പോ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ കാര്യത്തിലൊക്കെ ഏതൊരു കേസ് എടുത്താലും നമുക്കറിയാം, ന്യൂസിലൊക്കെ പറയുന്നുണ്ട് കേസ് സ്റ്റഡി തയ്യാറാക്കും, അല്ലെ? റിമാൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? കേസ് സ്റ്റഡി സിമ്പിൾ ആണ്. ആർക്കെങ്കിലും അറിയാവോ? കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ആളുകളുടെ ഗ്രൂപ്പ്, അതും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ശ്രദ്ധിച്ചു പഠിക്കുക. ഒരു വ്യക്തി, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ,
അതുപോലെ തന്നെ ആളുകളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇവയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉപയോഗിക്കുന്ന മേഖലയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു വ്യക്തി, ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്, ഒരാള് ക്ലാസ്സിൽ വന്നു, അതായത് കുട്ടിയുടെ നമുക്കൊരു പേരിട്ട് കൊടുക്കാം, എന്താണ്, മിഥുന് ക്ലാസ്സിൽ വന്നു. ഏതു സമയവും സദാസമയവും തല്ലുകൊള്ളിയാണ്, എപ്പോഴും എന്താണ്, വഴക്കാണ്, ക്ലാസ്സിൽ വന്നിട്ട് എപ്പോഴും എന്താണ്, എല്ലാ മോശപ്പെട്ട കാര്യങ്ങൾ അവൻ ഒരു നോട്ടപ്പുള്ളിയാണ്. അപ്പം ക്ലാസ്സിൽ ഇരിക്കത്തില്ല, അധ്യാപികയോട് മോശമായിട്ട് പെരുമാറുന്നു, ബിഹേവ് ചെയ്യുന്ന രീതി ശരിയല്ല, പരീക്ഷകളിലെല്ലാം എന്താണ്, 0യാണ്. അപ്പൊ ഇവന്റെ രീതി അങ്ങോട്ട് ശരിയല്ല. ക്ലാസ്സിൽ വന്ന ബഹളക്കാരനുമാണ്. അപ്പൊ മിഥുൻ ഒട്ടും ശരി. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് എന്താണ് ഇവന്റെ പുറകിലുള്ള ഇത്രയും ഇങ്ങനെ എന്താണ് മോശപ്പെട്ട ഒരു കുട്ടിയാകാൻ എന്താണ് ഒരു പ്രശ്നമെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ അതിന് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം, അധ്യാപിക ഐഡന്റിഫൈ ചെയ്യുകയാണ്. അധ്യാപികയാവാം, ആരും ആവാം, അല്ലെ, കേസ് സ്റ്റഡി നടത്തുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിക്കും, മിഥുൻ അറിയാതെ നമ്മൾ അന്വേഷിച്ച് മിഥുന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മിഥുന് ആരില്ല, പാരന്റ്സ് ഇല്ല, മിഥുനെ ശാസിക്കാൻ ആരുമില്ല, മിഥുനൊരു എന്താണ് ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ വരുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവന് പറഞ്ഞു കൊടുക്കാനോ നേർവഴി നയിക്കാനോ ആരുമില്ല. അപ്പം രണ്ടാനമ്മയാണോ ഉള്ളത്, അങ്ങനെയൊക്കെ കുറച്ച് എന്തുണ്ട്, അവന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടിയുടെ ബിഹേവിയർ നമ്മൾ തിരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും, കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റി, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തല്ല, അവൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല. ഇതാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. അവനെ കുറിച്ച് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് അവന്റെ മറ്റ് ബിഹേവിയർ കാര്യങ്ങളും അവന്റെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി എല്ലാം എന്ത് ചെയ്യാണ്, മനസ്സിലാക്കിയാണ്. അപ്പൊ ഇതാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു വ്യക്തി, ആളുകളുടെ ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ എന്നിവയെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ, എന്തുകൊണ്ട്, അത് വരച്ചു പഠിക്കുക. എങ്ങനെ, എന്തുകൊണ്ട്, വൈ, അല്ലെ, എന്നീ ചോദ്യങ്ങൾക്ക് കൂടുതലായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഉത്തരം നൽകാനായിട്ട് കഴിയും. ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യാണ്, ഉപയോഗിക്കാം. നമുക്ക് ഒരാളുടെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്ന കാര്യത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ വസ്തുനിഷ്ഠം ഒരു തീവ്രമായ പഠനമാണ്. ആ കുട്ടിയുടെ മിഥുന്റെ അങ്ങേ അറ്റം വരെയുള്ള കാര്യങ്ങൾ വരെ ചോർത്തി എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ്. അല്ലാതെ മിഥുൻ പറയില്ല, മിഥുൻ പറഞ്ഞു തരുമോ, എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്, മിഥുൻ പറയില്ല. മിഥുന് അറിയാതെ എന്ത് ചെയ്യാണ്, മിഥുന്റെ കൂടെ നടന്ന് എന്ത് ചെയ്യണം, ഈ കുട്ടിയെ കുറിച്ചുള്ള ഏറ്റവും കാര്യങ്ങൾ സ്റ്റഡിക്കായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. തീവ്രമായ ഒരു പഠനമാണ് ഇത്. എന്ത് പഠനമാണ്? തീവ്രമായ പഠനമാണ് ഇത്. വസ്തുനിഷ്ഠ കാര്യങ്ങളെ കുറിച്ചും അതിനേക്കാളും ആത്മനിഷ്ഠമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വസ്തുനിഷ്ഠമായ എന്നറിയാം, നിങ്ങൾക്കറിയാം, ചുറ്റുപാടുള്ള ടാഞ്ചിബിൾ, തൊടാൻ പറ്റുന്ന കാര്യങ്ങളാണ് വസ്തുനിഷ്ഠ. അതല്ല ഇവിടെ പറയുന്നത്. ആത്മനിഷ്ഠമായ ഉള്ളങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. നമുക്ക് മിഥുൻ പറഞ്ഞിട്ടില്ല അവന്റെ ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും മിഥുൻ എന്ത് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ആത്മനിഷ്ഠയ്ക്കാണ് എന്ത് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? കേസ് സ്റ്റഡി എന്ന് പറയുന്നതാണ് ഒരു വ്യക്തി, ആളുകളുടെ ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ എന്നിവയെ കുറിച്ച് അന്വേഷിക്കാൻ ഉപയോഗിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തി, ആളുകളുടെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ എന്നിവയെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്. തീവ്രമായ പഠനമാണ്. എങ്ങനെയുള്ള പഠനമാണ്? തീവ്രമായ പഠനമാണ്. അത് മാത്രവുമല്ല, പിന്നെ എങ്ങനെയാണ്, വസ്തുനിഷ്ഠയെക്കാളും ആത്മനിഷ്ഠയെ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പഠനമാണ്. ഇൻഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴത്തിലുള്ള പഠനം. ഇൻഡെപ്ത്, അല്ലെ, കിണറൊക്കെ കുഴിക്കുമ്പോൾ അറിയാം, ഉള്ളിലോട്ട് പോയാൽ എന്ത് കിട്ടുള്ളൂ, വെള്ളം കിട്ടുള്ളൂ, അല്ലെ. അതുപോലെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ 2 മാർക്കിനോ ഒരു 3 മാർക്കിനോ ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ മതി. ഒന്നുകൂടെ, ഒരു വ്യക്തി, ആളുകളുടെ ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ എന്നിവയെ കുറിച്ച് അന്വേഷിക്കാൻ ഉപയോഗിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന തീവ്രമായ പഠനമാണ് എന്തെന്ന് പറയുന്നത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇൻഡെപ്ത് ആയിട്ടുള്ള, ആഴത്തിലുള്ള പഠനത്തെയാണ് എന്ത് വിളിക്കുന്നത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. ജയിൽ പുള്ളികളെ കുറിച്ചുള്ള പഠനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോലീസൊക്കെ ഒരു തടവ് പുള്ളിയോ അല്ലെങ്കിൽ എന്താണ് ഒരു കുറ്റത്തിൽ പിടിക്കുന്ന വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കും. അതാണ് ജയിൽ പുള്ളികളുടെ പഠനം അല്ലെങ്കിൽ എക്സാമ്പിളിൽ നമുക്ക് പറയാൻ പറ്റുന്നത്.
മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. 5 ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ട് ചെയ്യണം, അതിന് എത്ര ടെക്നിക്സ് ഉണ്ട്, അവ ഏതല്ല? മനസ്സിലായോ? ഇതോടെ ആവുമ്പോൾ നമുക്ക് തീരും ഈ ഒരു പോർഷൻസിന്റെ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതാണ് നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് എഴുതാൻ പറ്റും, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? 5 ടെക്നിക്സ് അല്ലെ? എത്ര ടെക്നിക്സ് ഉണ്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ? ഡേറ്റ കളക്ട് ചെയ്യാൻ നമ്മൾ എത്ര ടെക്നിക്സ് ഉപയോഗിക്കും? 5 എണ്ണം ഉപയോഗിക്കും. ഡേറ്റ കളക്ട് ചെയ്യാൻ എത്ര ടെക്നിക്സ് ഉപയോഗിക്കും? 5 എണ്ണം ഉപയോഗിക്കും. അത് ഏതൊക്കെയാണ്? 1 നിരീക്ഷണം, ഒബ്സർവേഷൻ. രണ്ടാമത്തേത് ഇന്റർവ്യൂ. മൂന്നാമത്തേത് ചോദ്യാവലി. 4 കേസ് സ്റ്റഡി. പിന്നെ സോഷ്യൽ സർവേ. ഇതിൽ ഒരെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതാണ്? യെസ്, കറക്റ്റ്, നമ്മുടെ കേസ് സ്റ്റഡി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 5 ടെക്നിക്സ്. എത്ര ടെക്നിക്സ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അവ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. നിരീക്ഷണം, ഇന്റർവ്യൂ, ചോദ്യാവലി, കേസ് സ്റ്റഡി, സോഷ്യൽ സർവേ. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നിരീക്ഷണം പേരിൽ തന്നെയുണ്ട്, സിമ്പിൾ. ഞാൻ പറഞ്ഞില്ല, ഈ പാഠം നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ? എളുപ്പമാണ്. നിരീക്ഷണം എന്താണ്? നിരീക്ഷണം എന്നത് ഒരു സമൂഹത്തെ പറ്റിയോ ഒരു വ്യക്തിയെ പറ്റിയോ എന്ത് ചെയ്യുകയാണ്? നിരീക്ഷിച്ച് വിവരം ശേഖരിക്കുന്നു. പേരിൽ തന്നെയുണ്ട്, ഒരാളെ നിരീക്ഷിക്കുകയാണ് അല്ലെ? നമുക്കറിയാം, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോ ഒരാളെ മോശം രീതിയിൽ ഇരിക്കുകയാണ് നമ്മൾ നോക്കും അല്ലെ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇരിപ്പ് ശരിയല്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കില്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി തമാശ രീതിയിൽ പറയുകയാണ്. അങ്ങനെയല്ല. എന്താണ് സംഭവം എന്ന് പറയുന്നത്? നിരീക്ഷിക്കുക. ഒരു വ്യക്തിയെ പറ്റിയോ ഒരു സമൂഹത്തെ പറ്റിയോ എന്ത് ചെയ്യുകയാണ്? ഒബ്സർവ് ചെയ്യുകയാണ്. ഒബ്സർവ് ചെയ്ത് എന്ത് ചെയ്യുന്നു? പഠിക്കുന്ന ശാഖയാണ് എന്തെന്ന് പറയുന്നത്? നിരീക്ഷണം എന്ന് പറയുന്നത്. അത് 2 തരത്തിലുള്ള നിരീക്ഷണമുണ്ട്. പങ്കാളിത്ത നിരീക്ഷണമുണ്ട്, പങ്കാളിത്തരഹിത നിരീക്ഷണമുണ്ട്. പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും ഉണ്ട്, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും ഉണ്ട്. മനസ്സിലാവോ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? പങ്കാളിത്ത നിരീക്ഷണം. പങ്കാളിത്ത നിരീക്ഷണത്തിൽ വിവരം ശേഖരിക്കുന്ന സംഘത്തിൽ നിരീക്ഷകൻ നേരിട്ട് പങ്കെടുക്കുന്നു. മനസ്സിലായോ? ഞാനാണ് നിരീക്ഷകൻ. ഞാൻ എങ്ങനെയാണ് നേരിട്ട് പങ്കെടുക്കുന്നത്? അതായത് അവരോട് തന്നെ എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്. അതായത് ഞാൻ ഒരു ഗ്രൂപ്പിനെയാണ് നിരീക്ഷിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പിനെ അവരോട് പറയുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ വരികയാണ്. വേറൊന്നും നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ ആ ഒരു ലെവലില് നിങ്ങളിപ്പോ എക്സാമിന് ഇരിക്കുമ്പോൾ അധ്യാപിക നിങ്ങൾ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യും. തുണ്ടുവയ്ക്കുന്നുണ്ടോ അല്ലെ? നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചെഴുതുന്നുണ്ടോ? എഴുതുന്ന പേരും അതുപോലെ രജിസ്റ്റർ നമ്പറൊക്കെ ക്ലിയർ ആണോ? അത് നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്? അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താണ്? അപ്പൊ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും ഉണ്ട്, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും ഉണ്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? പങ്കാളിത്ത നിരീക്ഷണത്തിൽ എങ്ങനെയാണ് വിവരം ശേഖരിക്കുമ്പോൾ ആ ഗ്രൂപ്പുമായിട്ട് ഇടപഴകും, നല്ലൊരു ബന്ധം അവിടെ സൃഷ്ടിക്കും. മനസ്സിലാവുന്നുണ്ടോ? നല്ലൊരു ബന്ധം സൃഷ്ടിച്ച് അവരുമായിട്ട് ഒരു മിങ്കിൾ ആയതിനു ശേഷം നിരീക്ഷിക്കുന്നതിനെയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. മനസ്സിലായോ? നിരീക്ഷകൻ നേരിട്ട് പങ്കെടുക്കുകയാണ്. അവിടെ നേരിട്ട് പങ്കെടുക്കുകയാണ്. നിരീക്ഷകൻ നല്ല ഒരു ബന്ധം കൊടുക്കണം. അപ്പൊ അവിടെ നിരീക്ഷിച്ച് എടുക്കാനുള്ള കാര്യം എടുക്കാൻ എനിക്ക് എത്ര സമയം മതി? ഒരു കുറഞ്ഞ പീരീഡ് മതി അല്ലെ? ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം അവിടെ നിന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിരീക്ഷണത്തെ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നും നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന്. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അങ്ങനെ, മലയാളത്തിലാണെങ്കിൽ എങ്ങനെ? പങ്കാളിത്ത നിരീക്ഷണം എന്നും പങ്കാളിത്ത രഹിത നിരീക്ഷണം എന്നും. പങ്കാളിത്ത നിരീക്ഷണം എങ്ങനെയാണ്? പങ്കാളിത്ത നിരീക്ഷണത്തിൽ വിവരം ശേഖരിക്കുന്ന സംഘത്തിൽ നിരീക്ഷകൻ എങ്ങനെയാണ് നേരിട്ട് പങ്കെടുക്കുകയാണ്. ഞാനാണ് നിരീക്ഷകൻ വിചാരിച്ചോ, ഞാൻ അങ്ങോട്ട് കറക്റ്റായിട്ട് അവരോട്ട് മിങ്കിൾ ചെയ്ത് നേരിട്ട് എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല കുറച്ച് സമയം മതി. ഞാൻ നല്ലൊരു ബന്ധം അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അവർക്കറിയാം ഞാൻ അവരെ എന്ത് ചെയ്യുകയാണ്? നിരീക്ഷിക്കുകയാണ്. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കത്തില്ലേ പങ്കാളിത്ത രഹിത നിരീക്ഷണം? നോൺ പാർട്ടിസിപ്പന്റ് ആണ്. എങ്ങനെയാണ് നോൺ പാർട്ടിസിപ്പന്റ്? ഇതില് നിരീക്ഷകൻ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? പങ്കെടുക്കുന്നില്ല. അവരറിയുന്നില്ല. ഞാൻ അവരുടെ കൂടെ പോകുന്ന കാര്യം അവർ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പുമായിട്ട് ഒരു ബന്ധം അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല? പുലർത്തുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പങ്കാളിത്ത രഹിത നിരീക്ഷണത്തിൽ എങ്ങനെയാണ്? നിരീക്ഷകൻ നേരിട്ട് പങ്കെടുക്കുന്നില്ല, മാറി നിന്ന് നിരീക്ഷിക്കുകയാണ്. എനിക്കൊരു വേറൊന്നും വേണ്ട, എൻ്റെ ക്ലാസ്സിലെ 10 കുട്ടികള് സ്കൂള് വിട്ടിട്ട് നേരെ എവിടെ പോകുന്നില്ല? വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചോ? നിങ്ങളല്ല കേട്ടാ. അപ്പൊ അവര് മാറി എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ചകളും പിന്നെ അവിടെ നിന്ന് സംസാരവും അങ്ങനെ ബസ്സൊക്കെ വന്നിട്ടും പോകുന്നില്ല. ഞാനൊരു അധ്യാപിക എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ദൂരെ നിന്ന് അവരെന്ത് ചെയ്യുകയാണ്? നിരീക്ഷിക്കുകയാണ്.
ഇവരെപ്പോ പോകും? അവരറിയുന്നില്ല ഞാൻ നോക്കുന്ന കാര്യം അറിയുന്നുണ്ടോ? ഇല്ല. ഞാൻ കുറേ ടൈം നോക്കിയിട്ടും ഇവർ പോകുന്നില്ല. അവരെ വാച്ച് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ ടൈമൊക്കെ നോക്കും. ഇത്രയും സമയത്ത് വിട്ട കുട്ടികളാണ് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്നത്, വീട്ടിൽ പോകുന്നില്ല. 3:30 ബസ് വന്നു, 4 മണിക്ക് ബസ് വന്നു, അവസാനം അവർ 5 മണിക്കുള്ള ബസ്സിലാണ് കയറി പോകുന്നത്. അപ്പൊ ഞാൻ അവരോട് എന്ത് ചെയ്യുന്നില്ല? ഞാൻ നിരീക്ഷിക്കുന്നത് അവര് അറിയുന്നില്ല. നാളെ വന്നിട്ട് അവർക്കുള്ള നല്ല ഒരു ഗിഫ്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് പങ്കാളിത്ത രഹിത നിരീക്ഷണം. ഇതൊക്കെ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പങ്കാളിത്ത രഹിത നിരീക്ഷണം എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് അറിയാതെ ഞാൻ അവരെ എന്ത് ചെയ്യാണ്? ഒബ്സർവ് ചെയ്യുകയാണ്. ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിരീക്ഷിക്കുകയാണ്. അവിടെ ഞാൻ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? പങ്കെടുക്കുന്നില്ല. ഞാൻ അല്ലാതെ മാറി നിന്ന് ആ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്? നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ബന്ധവും ഞാൻ പുലർത്തുന്നില്ല. മറ്റത് തോളിൽ കൈയിട്ട് നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, നിങ്ങളോട് മറ്റ് നിരീക്ഷണത്തിൽ, അതായത് പങ്കാളിത്ത നിരീക്ഷണത്തിൽ അവരോട് നല്ലൊരു ബന്ധം പുലർത്തും. ഇത് ഞാൻ ഒരു ബന്ധവും പുലർത്തുന്നു, പക്ഷെ അവരുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? പങ്കാളിത്ത നിരീക്ഷണമുണ്ട്, പങ്കാളിത്ത രഹിത നിരീക്ഷണമുണ്ട്. അപ്പം 5 ടെക്നിക്സിൽ ഒന്നായി നിരീക്ഷണം. ക്ലിയർ? രണ്ടാമത്തെ നോക്കാം, ഇന്റർവ്യൂ. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം ഇനി പഠിച്ച് ആ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങളെല്ലാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണ് അല്ലെ? ഇപ്പൊ ചിലവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചെറിയ ചെറിയ ഇതിലൊക്കെ. ഇനി അങ്ങനെ അല്ല എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികളിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിവരം ശേഖരിക്കുന്ന രീതി ഇന്റർവ്യൂ അല്ലെ? എന്റെ മുമ്പിൽ ഒരു കുട്ടി വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും അല്ലെ, എങ്ങനെയാണ്, പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ഈ ജോലി പ്രിഫർ ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു അല്ലെ, സാലറി എത്ര എക്സ്പെക്ട് ചെയ്യുന്നു, ഇതിനൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതിനെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ എന്ന് എന്താണ്? ഞാൻ ആ കുട്ടിയോട് ഡയറക്റ്റ് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. വ്യക്തികളിൽ നിന്ന് നേരിട്ട്, അവിടെ ആ ഒരു വരി പഠിച്ചേ, നേരിട്ട്, അതിന്റെ അടിയിൽ വരച്ചു പഠിക്കുക. വ്യക്തികളിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യുന്നു? വിവരം ശേഖരിക്കുന്ന രീതി. എക്സാമ്പിൾ എന്ത് കൊടുക്കാം? സെൻസസ്. നിങ്ങളെ വീടുകളിൽ ഒരു മാർച്ച് മാസത്തിലൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു 2-3 പേര് വീട്ടിൽ വരും. കിണറുണ്ടോ, വീട് എങ്ങനെയാണ്, അപ്പോ നിങ്ങൾ വെള്ളത്തിനെ എന്തിനെയാണ് ആശ്രയിക്കുന്നത്? കിണറിനെയാണോ അല്ലെങ്കിൽ കുളത്തിനെയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് വരും അല്ലെ. നിങ്ങളുടെ വീട്ടിൽ വൈദ്യുത കണക്ഷൻ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അപ്പൊ ഇത് ഒരു തരം എന്താണ്? നമ്മുടെ ഇന്റർവ്യൂ ആണ്. അതുകൊണ്ടാണ് എക്സാമ്പിൾ എന്ത് കൊടുക്കുന്നത്? സെൻസസ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് 2 തരത്തിലുണ്ട്. ചിട്ടപ്പെടുത്തിയ ഇന്റർവ്യൂ ഉണ്ട്, ചിട്ടപ്പെടുത്താത്ത ഇന്റർവ്യൂ. ഇതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചു, നിരീക്ഷണം 2 തരത്തിലുണ്ട്. പങ്കാളിത്ത നിരീക്ഷണം ഉണ്ട്, പങ്കാളിത്ത രഹിത നിരീക്ഷണം ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂ 2 തരത്തിലുണ്ട്. ചിട്ടപ്പെടുത്തിയ ഇന്റർവ്യൂ ഉണ്ട്, ചിട്ടപ്പെടുത്താത്ത ഇന്റർവ്യൂ ഉണ്ട്. അതായത് ചിട്ടപ്പെടുത്തിയ എന്ന് പറയുമ്പോൾ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാനൊരു പറയുകയാണ്, ഞാനൊരു ജോലിക്കാണ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും, ഞാനാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആള്. അപ്പോൾ എന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആളോട് ഇന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണം അല്ലെ? നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെല്ലാം ഓൺലൈനിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓൺലൈനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അവർ ഇന്ന ഇത്ര ക്വസ്റ്റ്യൻ ആണ് ഫിലിം സ്റ്റാറിനോട് ചോദിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്യും? സ്ട്രക്ചർ ചെയ്ത് വെക്കും. അതിനൊരു പാറ്റേൺ ചെയ്തു. അല്ലാതെ വന്നിരിക്കുന്ന ഗസ്റ്റിനെ അപമാനിക്കുന്ന രീതിയിൽ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. അതുപോലെ വായിൽ വരുന്നതൊക്കെ എടുത്ത് ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. അതിനൊരിതുണ്ട്. ഒരു ഫിലിം സ്റ്റാർ ആണെങ്കിൽ സാർ ഇനി അടുത്ത പ്രോജക്റ്റ് ഏതൊക്കെയാണ്, ഏതുമായിട്ടൊക്കെയാണ് അടുത്ത സിനിമ വരാൻ പോകുന്നത്, ഏത് കഥയാണ്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. അല്ല അവിടെ വന്നിരുന്നിട്ട് സാർ ഇന്ന് എന്താ ഫുഡ് കഴിച്ചത് ചോദിക്കോ? ഇല്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ചിട്ടപ്പെടുത്തി ഇന്റർവ്യൂ ഉണ്ട്, ചിട്ടപ്പെടുത്താത്ത ഇന്റർവ്യൂ ഉണ്ട്. മനസ്സിലായോ? ഒരു ചിട്ടാ രീതിയിൽ ചോദിക്കുന്ന ഇന്റർവ്യൂ ആണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അങ്ങനെ അല്ലാത്തത് എങ്ങനെയായിരിക്കും? അൺസ്ട്രക്ചേർഡ് കാഷ്വൽ ടോക്കില്ലേ, നിങ്ങൾ ചോദിക്കില്ലേ അങ്ങനെ സുഖാണോ, അങ്ങനെ ഇങ്ങനെ, അത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാലോ. അടുത്തത് മൂന്നാമത്തത് ക്വസ്റ്റ്യനർ. 2 എണ്ണമായി. 5 ടെക്നിക്സിൽ 2 എണ്ണമായി. ഒന്ന് നിരീക്ഷണം, രണ്ടാമത്തത് നമ്മുടെ ഇന്റർവ്യൂ. ശ്രദ്ധിച്ചു പഠിക്കുക. നിരീക്ഷണം എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, അതുപോലെ തന്നെ അതിലുള്ളതാണ് നമ്മുടെ പാർട്ടിസിപ്പന്റ് ആണ് നോൺ പാർട്ടിസിപ്പന്റ്. പങ്കാളിത്ത രഹിത നിരീക്ഷണവും പങ്കാളിത്ത നിരീക്ഷണവും, ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. മൂന്നാമത്തെ ടെക്നിക്സിലോട്ട് ഇപ്പോൾ ക്വസ്റ്റ്യനർ. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചോദ്യാവലി. അവിടെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, യെസ് ഓർ നോ. എന്താണ് യെസ് ഓർ നോ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു പേപ്പറൊക്കെ കൊണ്ട് തന്നിട്ട് ചിലപ്പോൾ പറയും ടിക്ക് മാത്രമാണ് അവിടെ ഉള്ളത് അല്ലെ? നിങ്ങൾ മൂവി കാണാറുണ്ടോ? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. സ്പോർട്സ് ഇഷ്ടമാണോ? യെസ് ആണെങ്കിൽ യെസിന്റെ കോളത്തിൽ, നോ ആണെങ്കിൽ നോയുടെ കോളത്തിൽ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ചോദ്യാവലി, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യനർ മെത്തേഡ്.
അവിടെ വേറെ നിങ്ങളുടെ കഥയൊന്നും കേൾക്കണ്ട, എന്ത് എനിക്ക് സിനിമ ഇഷ്ടമല്ല, ഞാൻ അതുകൊണ്ട് കാണുന്നില്ല, അതൊന്നും അവിടെ വേണ്ട. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, യെസ്സോ നോയോ, അത്രയും മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടം ചോദ്യങ്ങളുമായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്ന രീതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കിണറുണ്ടോ കുളമുണ്ടോ അല്ലേ, കുളത്തിൽ നിന്നാണോ നിങ്ങൾ വെള്ളം സ്വീകരിക്കുന്നത്, കിണറിൽ നിന്നാണോ, അങ്ങനെയൊക്കെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അവിടെ സിമ്പിൾ ആയിട്ട് പഠിക്കുക, യെസ് ഓർ നോ. അവിടെ വേറെ കഥയൊന്നും വേണ്ട, ഇല്ല സാറേ എനിക്ക് കുളം ഇല്ല അല്ലെങ്കിൽ കിണറില്ല, ഞാൻ അതുകൊണ്ട് ദൂരെ പോയിട്ടാണ് വെള്ളം എടുക്കുന്നത്, അവിടെ അതൊന്നും വേണ്ട. അവിടെ എന്താണ് വേണ്ടത്, യെസ്സോ നോയോ. മനസ്സിലാവും? ക്വസ്റ്റ്യനെയർ എപ്പോഴും എങ്ങനെയായിരിക്കാം, ജസ്റ്റ് ഷോർട്ട് ആയിരിക്കും. അതെങ്ങനെയായിരിക്കാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ. ചോദ്യാവലി, ഒരു കൂട്ടം ചോദ്യങ്ങളുമായിട്ട് എന്ത് കളക്ട് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. ഡേറ്റ കളക്ട് ചെയ്യാൻ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഇതുവരെയും പഠിച്ചത്, നിരീക്ഷണം, അതുപോലെ തന്നെ എന്താണ് പഠിച്ചത്, ഇന്റർവ്യൂ, ഇപ്പം ചോദ്യാവലി. ക്ലിയർ? സംശയം ഉണ്ടോ? നാലാമത്തത് സർവേ. നാലാമത്തത് എന്താണ്, സർവേ മെത്തേഡ്. നാലാമത്തത് സർവേ മെത്തേഡ്. സർവേ നിങ്ങൾക്കറിയാം, ധാരാളം ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി. അതായത് ഒരു മുനിസിപ്പാലിറ്റിയിലുള്ള ഇത്രയും വീടുകൾ സെർച്ച് ചെയ്ത് നിങ്ങളോട് സർവേ എടുക്കാൻ ആൾക്കാർ വരും. അതായത് അവിടെ ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിലുള്ള അത്രയും ആൾക്കാരുടെ വീട്, അതായത് ഒരു 30-40 വീട് കാണുമെങ്കിൽ എക്സാമ്പിൾ ആണ്, ആ 40 വീടിലെയും ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഈ സർവേ വഴി എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ആ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്, അതിൽ പ്രഗ്നന്റ് ലേഡീസ് എത്രയാണ്, നവജാത ശിശുക്കൾ എത്രയാണ്, ഇവർക്ക് പോഷകാഹാരം കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ. അപ്പൊ ഇതെല്ലാം കൂട്ടമായി അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, സർവേ മെത്തേഡ്. അവിടെ ഇത്ര മാത്രം പഠിക്കുക, ധാരാളം ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി. അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക, ധാരാളം ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് സർവേ മെത്തേഡ്. ഒരു പ്രത്യേക സമൂഹത്തെ കുറിച്ചുള്ള ചിട്ടയായ പഠനം, ഒരു പ്രത്യേക സമൂഹത്തെ കുറിച്ചുള്ള ചിട്ടയായ പഠനം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? ഇനി അടുത്തത് നാലാമത്തത് പരീക്ഷണ രീതി. ഇപ്പൊ 4 ആയല്ലേ പരീക്ഷണ രീതി. അതുപോലെ തന്നെ ഇനി 5ാമത്തത് പരീക്ഷണ രീതി. സോറി, നമ്പർ മാറിപ്പോയതാണ്. പരീക്ഷണ രീതി. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു എത്രയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, നിരീക്ഷണമായി, ഇന്റർവ്യൂ, ചോദ്യാവലി, കേസ് സ്റ്റഡി, സോഷ്യൽ സർവേ. ഇതില് നമുക്കിനി ഇപ്പൊ 4 ആയിട്ടില്ലേ, സർവേ ആയി. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, കേസ് സ്റ്റഡി. അത് ഞാൻ ഓൾറെഡി നമുക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ വന്നത് കൊണ്ടാണ് ഇതിലോട്ട് എന്ത് ചെയ്യാത്തത്, ആഡ് ചെയ്യാത്തത്. 5 ടെക്നിക്സ് ആണ്. കേസ് സ്റ്റഡി എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചില്ലേ, സംശയം ഉണ്ടോ? അതായത് 5 ടെക്നിക്സ് ഉണ്ട്. ഒന്നാമത്തത് നിരീക്ഷണം, രണ്ടാമത്തത് ഇന്റർവ്യൂ, മൂന്നാമത്തത് ചോദ്യാവലി, 4 കേസ് സ്റ്റഡി, 5 സോഷ്യൽ സർവേ. സോഷ്യൽ സർവേ ആണ് ഇപ്പൊ നോക്കിയത്. ഒരു കൂട്ടം ആ ഒരു ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി, ഒരു പ്രദേശത്തെ, സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലെ, ഏത് വേണോ പറയാം, ഒരു പ്രദേശത്തിലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കുറിച്ചുള്ള ചിട്ടയായ പഠനത്തെയാണ് സോഷ്യൽ സർവേ എന്ന് പറയുന്നത്. ഇതിൽ അടുത്ത 5ാമത്തെ ടെക്നിക്സ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു, അതുകൊണ്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്യാത്തത്. കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. ഒരു വ്യക്തിയോ ആളുകളുടെ ഗ്രൂപ്പിനെയോ ഓർഗനൈസേഷനെയോ എങ്ങനെ, എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, ഇവിടെ പറയുന്നുണ്ട്, ആത്മനിഷ്ഠമായ കാര്യങ്ങൾക്കാണ്, വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ആത്മനിഷ്ഠമായ കാര്യങ്ങളെ കുറിച്ച് ആ പേഴ്സന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള, ഡെപ്തിലോട്ട് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യും, പഠനം നടത്തും. ഇതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ട് ആഡ് ചെയ്യാത്തത്. മനസ്സിലായോ? 5 ടെക്നിക്സ് ഏതൊക്കെയാണ്, മാറിപ്പോകരുത്, ഒന്നുകൂടെ നോക്കിക്കേ. നിരീക്ഷണം, ഇന്റർവ്യൂ, കേസ് സ്റ്റഡി, സോഷ്യൽ സർവേ, അതുപോലെ തന്നെ എന്താണ് പിന്നെ വരുന്നത്, ക്വസ്റ്റ്യനെയർ. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 4ാമത്തത് പരീക്ഷണ രീതിയുടെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ ചാപ്റ്റർ നമുക്ക് 4 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. പരീക്ഷണ രീതിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ പരിമിതികളും. മനസ്സിലാവുന്നുണ്ടോ? എക്സ്പെരിമെന്റൽ മെത്തേഡ്, ഡിമെറിറ്റ്സ് ആൻഡ് മെറിറ്റ്സ്. ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ ഡിമെറിറ്റും മെറിറ്റും. ആദ്യം നമുക്ക് മെറിറ്റ് നോക്കാം, ഗുണങ്ങൾ നോക്കാം. ഇത് വസ്തുനിഷ്ഠമാണ്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുമ്പോൾ എന്താണ്, ലെക്ചർ നോട്ട് എഴുതുന്നവർ എഴുതിയെടുത്തോ, വസ്തുനിഷ്ഠമാണ്. പിന്നെ ഗവേഷകന് പരീക്ഷണാത്മക സാഹചര്യത്തെ നിയന്ത്രിക്കാനാകും. അതായത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷണ രീതിയിൽ നിയന്ത്രിക്കുക. എനിക്കിപ്പോ ഒരു തവളയെ കീറി മുറിക്കുന്നു, എനിക്ക് അത് മതി എന്നാക്കും, ഞാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് വൈൻഡ് അപ്പ് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യണം, എന്റെ കൈകളിലാണ്. മനസ്സിലാവുന്നുണ്ട്? പിന്നെ കാര്യഫലം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. നമുക്ക് എന്താണ് റിസൾട്ട്, തവളയുടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലല്ലേ, വേറെ ആരും നമുക്ക് നോക്കി തരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് അതിന്റെ ആൻസറിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കൃത്യമായ അളവുകൾ കിട്ടാനും ഫലങ്ങൾ പരിശോധിക്കാനും നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. കാരണം നമ്മളല്ലേ ചെയ്യുന്നത്, നമ്മളല്ലേ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പരീക്ഷണ രീതി എന്ന് പറയുമ്പോൾ എന്താണ്? ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുമാണ്. മെറിറ്റും ഡിമെറിറ്റും. മെറിറ്റ് എന്തൊക്കെയാണ്? വസ്തുനിഷ്ഠമാണ്. മെറിറ്റ് ഏതൊക്കെയാണ് വരുന്നത്? വസ്തുനിഷ്ഠമാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് പരീക്ഷണാത്മക സാഹചര്യത്തെ നിയന്ത്രിക്കാനാകും. കാരണം കൺട്രോൾ ആരുടെ കൈകളിലാണ്? നമ്മുടെ കൈകളിലാണ്. അടുത്ത് റിസൾട്ട് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ആക്യുറസി ആയിട്ടുള്ള റിസൾട്ട് എടുക്കാൻ കഴിയും. നിങ്ങൾ 4 എണ്ണം ഇങ്ങനെ ചെറിയ നോട്ടായിട്ട് പഠിക്കുക. ഫസ്റ്റത്തത് വസ്തുനിഷ്ഠം, രണ്ടാമത്തത് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഈസി, അവിടെ അങ്ങനെ ഒരു വേർഡ് പഠിച്ചു വെക്കാം. അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷണാത്മക സാധ്യത കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മളാണ്. പിന്നെ ആക്യുറസി, റിസൾട്ട് എങ്ങനെയായിരിക്കും? ആക്യുറസി ആയിരിക്കും, എളുപ്പത്തിൽ കിട്ടും. ഇനി അതിന്റെ ഡിമെറിറ്റ്സ് കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പരിമിതികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മനുഷ്യരെയോ മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് വിഷമകരമാണ്. മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ പറ്റും. പാറ്റയെ നമുക്ക് കീറി മുറിച്ചിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് പറ്റും. ഒരു മനുഷ്യ ഹ്യൂമൻ ബീനെ ഒരിക്കലും നമുക്ക് ആരെങ്കിലും മൈൻഡ് വായിക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സ് കൊണ്ട് ഇല്ലെന്നല്ല, എങ്കിലും നമുക്ക് അതിലൊരു പരിമിതിയുണ്ട് അല്ലെ? മനുഷ്യരുടെ കാര്യത്തിൽ ഈ പരീക്ഷണ രീതി എന്തല്ല, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അത് അങ്ങോട്ട് പറ്റുന്നില്ല, ആപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനുഷ്യരെയോ മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടുകാരാണ് അല്ലെ? പരീക്ഷണങ്ങൾ നടത്തുക പലപ്പോഴും ബുദ്ധിമുട്ടാണ്, കൂടുതൽ സമയം എടുക്കും. മനുഷ്യരുടെ കാലഘട്ടത്തിലൊക്കെയാണ് കുറച്ച് സമയം എടുക്കും. മനുഷ്യരുടെ കാലഘട്ടത്തിലല്ല, ജീവികളുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും അല്ലെ? കുറച്ച് സമയം എടുക്കും. പിന്നെ ഭൂതഭാവി നമുക്കറിയാം, പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസന്റ്, ഇതൊന്നും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കുറച്ച് സമയം എടുക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഭൂതഭാവി വർത്തമാന കാലത്ത് പഠിക്കാനാണ് പരീക്ഷണ രീതിയെ കൊണ്ട് എന്ത് ചെയ്യുന്നത്? കഴിയുക. വ്യക്തികളുടെ അഭിപ്രായങ്ങളോ മനോഭാവങ്ങളോ, അതായത് എന്റെ സ്വഭാവം എന്താണെന്ന് പരീക്ഷണ രീതിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല അല്ലെ? അപ്പൊ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതെല്ലാം ഡിമെറിറ്റ്സ് ആണ്. ഒന്നുകൂടെ നോക്കാം. പരീക്ഷണ രീതിയുടെ എന്താണ്? റൈറ്റ് എക്സ്പെരിമെന്റൽ മെത്തേഡ്, ഡിമെറിറ്റ്സ് ആൻഡ് മെറിറ്റ്സ്. മെറിറ്റിൽ എന്തൊക്കെയാണ്? വസ്തുനിഷ്ഠമാണ്, ഈസിയാണ്, മോർ ആക്യുറസി റിസൾട്ട് കിട്ടും. പിന്നെ എന്താണ്? നമ്മുടെ കയ്യിലാണ് കൺട്രോൾ. നമുക്ക് എപ്പോഴാണോ പരീക്ഷണ രീതി വേണ്ടെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ മനുഷ്യരുടെ സ്വഭാവത്തെ, ഉള്ളിലുള്ള സ്വഭാവത്തെ നമുക്ക് കീറി മുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അത് തന്നെയാണ് അതിന്റെ ഡിമെറിറ്റ് എന്ന് പറയുന്നത്. പരീക്ഷണ രീതിയുടെ ഡിമെറിറ്റ്സ് മനസ്സിലായോ? പിന്നെ എന്താണ് പറയുന്നത്? അഭിപ്രായങ്ങള്, നമ്മുടെ അഭിപ്രായങ്ങൾ. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡിഫറെന്റ് പേഴ്സൺ ആണ് അല്ലെ? ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവിടെ നമ്മുടെ അഭിപ്രായങ്ങളോ മനോഭാവങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പാഠത്തിലുള്ളത്. പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കിയ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെത്തേഡ്സ്. എത്ര മെത്തേഡ്സ് ഉണ്ട്? ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, ഫങ്ഷണൽ മെത്തേഡ്. ആ 3 മെത്തേഡ് നമ്മൾ അവിടെ നോക്കി. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആ 3 മെത്തേഡ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ വിഷമിപ്പിക്കുന്നില്ല. അടുത്തത് കേസ് സ്റ്റഡി എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കേസ് സ്റ്റഡി? നോക്കി, ഇൻഡെപ്ത് ആയിട്ടുള്ള പഠനമാണ് അല്ലെ? മൂന്നാമത്തത് 5 ടെക്നിക്സ്. എത്ര ടെക്നിക്സ് ഉണ്ട്? നിരീക്ഷണമുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ചോദ്യാവലി ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, സോഷ്യൽ സർവേ ഉണ്ട്. ഇതിലെ കേസ് സ്റ്റഡി നമ്മൾ നോക്കാത്തത് ഓൾറെഡി നമ്മൾ നോക്കിയത് കൊണ്ടാണ് 4 എണ്ണം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ആ ക്ലാസ്, ആ ഒരു പോർഷൻ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പരീക്ഷണ രീതി, അതുപോലെ തന്നെ അതിന്റെ ഡിമെറിറ്റ്സും മെറിറ്റ്സും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോ ക്ലാസ്സിൽ നമുക്കറിയാം കുറെ നാളിന് ശേഷമാണ് നമ്മൾ വീണ്ടും ക്ലാസ്സിലായിട്ട് കൂടിയത്. കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ട് എങ്കിലും, എന്തെങ്കിലും മനസ്സിലാകാത്തായിട്ട് പോർഷൻ ഉണ്ട് എങ്കിലും, എവിടെയെങ്കിലും ഇടയിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട്, പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കാം. ക്ലാസ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ അതിന് മാറ്റം വരുത്താനുണ്ട് എങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. ഞങ്ങളെ കഴിയുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. ഇനി അടുത്ത് വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.